ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഗുഡ്. നമ്മൾ അപ്പൂപ്പന്താടിയിലെ 2 സ്റ്റോറീസ് കഴിഞ്ഞു. ദിസ് ഈസ് ദ തേർഡ് സ്റ്റോറി. അപ്പോൾ തേർഡ് സ്റ്റോറി അങ്ങനെ പ്ലാൻ ചെയ്തൊരു സ്റ്റോറി ചൂസ് ചെയ്തതല്ലെങ്കിലും ഇപ്പോൾ ഇന്നലെ എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു, ഇന്നലെ മാർച്ച് 21 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചൂസ് ചെയ്ത് വെച്ച 2 സ്റ്റോറീസും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ ആപ്റ്റായിട്ടുള്ള 2 സ്റ്റോറീസാണ്. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 സ്റ്റോറീസ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റോറി ഒരു ഇല്ലസ്ട്രേറ്റഡ് സ്റ്റോറിയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുട്ടികൾക്ക് എനിക്ക് ഇല്ലസ്ട്രേറ്റഡ് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എനിക്കും ചിലപ്പോൾ ഇല്ലസ്ട്രേഷൻസ് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടാവാം ഞാൻ ചെന്നെത്തുന്നതൊക്കെ പലപ്പോഴും ഇല്ലസ്ട്രേറ്റഡ് സ്റ്റോറീസിലായിരിക്കും. ഇതങ്ങനെ ഒരു സ്റ്റോറി ഞാൻ വെറുതെ ഇരുന്നപ്പോൾ എവിടെയോ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് വായിച്ചൊരു സ്റ്റോറിയാണ്. അപ്പോൾ ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്യാൻ വെച്ചത് യാദവ് ആൻഡ് ദ ട്രീ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ടോ, ഞാൻ ടൈറ്റിൽ കറക്റ്റായിട്ട് ഓർക്കണില്ല. അപ്പോൾ ആ സ്റ്റോറി ആണ് ഞാൻ ഇന്നത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ വെച്ചത്. അതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ അതിലേക്ക് അതെന്തായാലും പുറകെ റെക്കോർഡിങ് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് വേഗം തന്നെ ഇത് റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് നതാലിയ എന്ന് പറഞ്ഞിട്ടൊരു റഷ്യൻ ഓഥറാണ്. അപ്പോൾ നതാലിയയുടെ റഷ്യനിലുള്ള ഒരു കഥ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒത്തിരി റഷ്യൻ സ്റ്റോറീസിന് ട്രാൻസ്ലേഷൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഉണ്ടായിരുന്നു കുറേ റഷ്യൻ ബുക്സൊക്കെ. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ പോലും പണ്ടത്തെ ആണെന്നുണ്ടെങ്കിൽ റഷ്യൻ ബുക്സിൽ അതിന് മുന്നത്തെ സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റഷ്യൻ ബുക്സിൻ്റെ വലിയൊരു അട്രാക്ഷൻ ആയാലും ഇലസ്ട്രേഷൻസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെയും ഇലസ്ട്രേഷൻസാണ് എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാക്കിയൊരു സംഭവം. അപ്പോൾ നതാലിയേൻ്റെ ഈ ഒരു ഈ ഒരു കഥേൻ്റെ പേര് ലെപ്പേഡ എന്നാണ്. ലെപ്പേഡ എന്ന് പറയുന്നത് ലെപ്പേർഡ് എന്ന് പറഞ്ഞാൽ പുള്ളിപ്പുലിയുടെ ഒരു ലെപ്പേർഡ് എന്നുള്ള വാക്കിൻ്റെ കൂടെ ഒരു എയും കൂടി ചേർത്താണ്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അത് തന്നെയാണോ നമുക്കറിയില്ല. ഒന്നാമത് ട്രാൻസ്ലേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ലെപ്പേർഡ് എന്നുള്ള വെച്ചിട്ടാണ് ലെപ്പേഡ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ കഥ റിവ്യൂ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബിയാട്രിസ് പോട്ടറിൻ്റെ പീറ്റർ റാബിറ്റ് ആയിരുന്നു. പീറ്റർ റാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ എഴുതിയിട്ടുള്ളൊരു കഥയാണ്. എന്നാൽ നതാലിയയുടെ കഥ ലെപ്പേഡ ആണെന്നുണ്ടെങ്കിൽ റഷ്യൻ ഇംഗ്ലീഷിലേക്ക് എഴുതിയിട്ടുള്ളത് ഒരു വർഷം മുന്നേ 2024 എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 2021. അധികം കാലമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പുതിയൊരു പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ തീം എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇല്ലസ്ട്രേഷൻസും. അപ്പോൾ അതിൻ്റെ പടങ്ങളൊക്കെ ഭയങ്കര രസമാണ്. എന്നാലും എനിക്ക് ആ തീമും ഈക്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ കഥേനെ കുറിച്ചിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ലെപ്പേഡ എന്ന് പറഞ്ഞൊരു പുള്ളിപ്പുലിയാണ് അതല്ല നമ്മളുടെ കഥാപാത്രം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലെപ്പേഡ ഉറങ്ങണത് തന്നെ ഒരു മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിൻ്റെ പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ പടങ്ങളും ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കുക. ലെപ്പേഡ ഉറങ്ങണത് ഒരു മരത്തിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഈ മുഴുവൻ പുസ്തകത്തിലും പടങ്ങളെല്ലാം രസമാണെന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുന്നത് തന്നെ ലെപ്പേഡ മരത്തിൻ്റെ മുകളിൽ ഒരു പില്ലോക്ക് വെച്ച് ഭയങ്കര അഡോറബിളായിട്ട് ഭയങ്കര സമാധാനത്തോടെ കിടന്നുറങ്ങണ ഒരു പടമുണ്ട്. അപ്പോൾ എൻ്റെ പട്ടിക്കുട്ടികൾ കിടന്നുറങ്ങുമ്പോൾ ഞാൻ ചില നേരത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. എനിക്കപ്പോൾ അതുപോലെ തോന്നും. ഇപ്പോൾ ഇവർ ലെപ്പേഡേൻ്റെ ഉറക്കം കാണുമ്പോൾ ഭയങ്കര സമാധാനത്തോടെ ഒരു തൊപ്പിയൊക്കെ ഉണ്ട് കണ്ടോ, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് അവൾ ഉറങ്ങുന്നത്. അപ്പോൾ ഇത് ആ ഒരു ഭയങ്കര കാംനെസ് കാണാം അല്ലേ ലെപ്പേഡേൻ്റെ മുഖത്ത് തന്നെ. അപ്പം ഞാനിപ്പോൾ ഇടയ്ക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാടിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ടിരിക്കുന്ന കൂട്ടത്തിലാണ്. നമ്മൾ ഈ മരത്തിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ മുകളിൽ കയറാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പ്രായത്തിൽ കയറാൻ പറ്റില്ലെങ്കിലും ചോട്ടിൽ ഇരിക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക സന്തോഷമാണ്. ഭയങ്കര ഒരു സമാധാനം തോന്നുന്നൊരു കാര്യമാണ് നമ്മൾ മരത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോഴും മരത്തിൻ്റെ ചോട്ടിലോ ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ലെപ്പേഡേൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെയും കൂടി കാണാം. വീടിൻ്റെ മരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൊത്തിൽ വേറൊരു കിളിക്കുട്ടനും കൂടി ഇരിക്കുന്നുണ്ട്. ഒരാളും കൂടി താമസിക്കുന്നുണ്ട്. ലെപ്പേഡേൻ്റെ നൈബറാണെന്ന് തോന്നുന്നു. അപ്പോൾ അവനും ലെപ്പേഡ ഒരു മരത്തിലാണ്
താമസിക്കുന്നത്. ഇപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ മരമൊക്കെ ഉള്ള വീടുകളൊക്കെ ഇപ്പം ഉണ്ടോ, വളരെ ചുരുക്കമാണ്. അപ്പോൾ വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റും കിളികളൊക്കെ താമസിക്കുന്നത്. ലെപ്പയുടെ ഉള്ള വീട് കാണാൻ പറ്റിയില്ലെങ്കിലും കിളികളുടെ വീടൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. ഞാനൊരിക്കൽ നടക്കാൻ പോകുമ്പോൾ ഒരു 3 പൊത്ത് വളരെ വളരെ ഭംഗിയിൽ അതിങ്ങനെ എങ്ങനെയാണ് പറയുക, നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് 3 റൗണ്ട് പൊത്തുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കിളിക്കൂട് കണ്ടത്. അപ്പോൾ അതുപോലെ ഇങ്ങനെ കിളിക്കൂട് ഉള്ള എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കിളിക്കൂടുള്ള മരം ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലൊരു പൊത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ ലെപ്പേഡേൻ്റെ നെയ്ബറും താമസിക്കുന്നത്. അപ്പോൾ ലെപ്പേഡ ഉറങ്ങാത്ത സമയത്ത് ലെപ്പേഡ ചെയ്യണമെന്ന് വെച്ചാൽ ലെപ്പേഡ ഒരു മഞ്ഞ ബസ് ഓടിക്കും. ആ ബസ്സിലാണ് രാവിലെ ജോലിക്ക് പോണ നാട്ടിലെ മൃഗങ്ങളൊക്കെ പോകണം. അതിൻ്റെ പടത്തിൽ കാണാം. എല്ലാവരും ജോലിക്ക് പോകും. എവിടെയെങ്കിലുമൊക്കെ പോകുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലിക്കാണെന്നാണെന്നില്ല, പോകുന്നതൊക്കെ ആ ബസ്സിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ നാട്ടിൽ കാറുകൾ വന്നു തുടങ്ങും. കാറുകൾ വന്നു തുടങ്ങും പതുക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടിച്ച് അങ്ങനെ സ്പീഡിലൊക്കെ പോയി തുടങ്ങി കാറ്. നമ്മുടെ ബസ്സിനേക്കാളും സ്പീഡിലൊക്കെ പോയി. ബസ്സാണെന്നുണ്ടെങ്കിൽ പതുക്കെ നിർത്തി ആളെയൊക്കെ കയറ്റിയല്ലേ ബസ് പോകാറ്. പക്ഷേ ഇത് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടിച്ചൊക്കെ പോണു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് കാറൊക്കെ വാങ്ങി. ബസ്സിൽ പോകുന്ന ആൾക്കാരൊക്കെ കാറ് വാങ്ങി. അങ്ങനെ ബസ്സിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ ആളില്ലാതെയായി. അങ്ങനെ നമ്മളുടെ ലെപ്പേഡ ഓടിച്ചിരുന്ന ബസ്സിൽ കയറാനായിട്ട് ആളില്ല. എല്ലാവർക്കും കാറ് മതി. എല്ലാവരും ഒറ്റയ്ക്ക് കാറിൽ പോവുകയാണ്. മറ്റേത് എല്ലാവരും കൂടി ഒരുമിച്ച് ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിരിച്ചും ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് പോയിരുന്ന ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്കും കാറ് ഓടിച്ചിട്ട് പോകാൻ തുടങ്ങി. അതിൻ്റെ കൂടെ ഈ ചിരിയും സംസാരമൊക്കെ പോയെന്ന് മാത്രമല്ല, അതിനേക്കാളും വലിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം കാറുകൾ വരികയല്ലേ. കാറുകൾ വന്നു കഴിഞ്ഞപ്പം റോഡൊക്കെ വലുതാക്കേണ്ടി വന്നു. റോഡ് വലുതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, പണ്ടത്തെ കാലത്തെ റോഡൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ പണ്ടത്തെ കാലത്തെ റോഡിലൊക്കെ പ്രോബബ്ലി നമ്മൾ നടക്കുന്ന വഴികളും ബസ് കാത്തുക്കുന്ന വഴികളൊക്കെ ആയിരുന്നുകൊണ്ട് ഒത്തിരി മരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. കാൽനടക്കാർക്ക്, അതായത് നടക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നടന്നൊക്കെയാണല്ലോ ആൾക്കാർ കൂടുതലും പോയിരുന്നത്. സൈക്കിൾ വരെ കുറവാണ്. അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ സൈക്കിളിൽ പോകുന്നവരോ നടക്കുന്നവർക്കോ ബസ് കാത്തുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മരങ്ങളെല്ലാം മുറിച്ചു തുടങ്ങി. അതുപോലെ തന്നെ ലെപ്പേഡേൻ്റെ ആ ഒരു നാട്ടിൽ ആ ഒരു ബസ്സും അങ്ങനെ കുറച്ച് ബസ്സുകൾ മാത്രമുള്ള നാട്ടിൽ ആൾക്കാർ നടന്നും ബസ്സിലൊക്കെ മാത്രമായിട്ട് പോരുന്ന നാട്ടിൽ എന്താ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വണ്ടികൾ വന്നതോടുകൂടി മരങ്ങളെല്ലാം മുറിച്ചു തുടങ്ങി. അങ്ങനെ ഓരോ മരം മുറിച്ച് ഇരിക്കണതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ലെപ്പയുടെ വീടുള്ള ഒരു മരം ഉണ്ടായിരുന്നില്ലേ, ആ മരവും മുറിച്ചു. അപ്പോൾ ആ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മരങ്ങൾ ഇഷ്ടമുള്ള എനിക്കൊക്കെ മരമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ ഒരു മരമൊക്കെ മുറിക്കണൊക്കെ കാണുമ്പോഴും ഒക്കെ ഭയങ്കര വിഷമം തോന്നും നമുക്ക്. ഞാൻ ചിലപ്പോൾ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് മരം മുറിക്കുന്നത് കണ്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഭയങ്കരമായിട്ട് ലെപ്പേഡയ്ക്ക് അതുപോലെ മരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ലെപ്പേഡയും ഒത്തിരി വിഷമിച്ചു അതിൻ്റെ മരമൊക്കെ മുറിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ. ലെപ്പേഡേൻ്റെ സ്വന്തം വീടായിട്ടുള്ള മരവും പോയി. അതോടുകൂടി പിന്നെ ലെപ്പേഡയ്ക്ക് വേറെ സ്ഥലമൊന്നുമില്ല ഉറങ്ങാനായിട്ട്. പിന്നെ ലെപ്പേഡേൻ്റെ ഒരു ഫ്രണ്ട് നെയ്ബറും ഉണ്ടായിരുന്നില്ല, ആ കിളിക്കുട്ടനും കൂടി പിന്നെ ബസ്സിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. വേറൊരു വഴിയില്ല അവർക്ക്, അവരൊരു ബസ്സിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. ലെപ്പേഡയാണെന്നുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ ഓർമ്മയ്ക്ക് ഒരു കമ്പ് കൊണ്ടുവന്നിട്ട് നടന്നുണ്ട്. അപ്പോൾ അതാണ് കഥ. അപ്പോൾ ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ളൊരു റിമൈൻഡറാണ്. കാരണം നമ്മളുടെയൊക്കെ ഒരു ജനറേഷൻ നമ്മൾ ഈ മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ള ഈ ഒരു നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും ഉള്ളത്, കുറിച്ച് ആലോചിക്കാത്ത എല്ലാവർക്കും ഉള്ളൊരു റിമൈൻഡറാണിത്. അതായത് ഇപ്പോൾ നമ്മളൊരു എൻ്റെയൊക്കെ ജനറേഷനിലുള്ള ആൾക്കാർ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് പണ്ട് റോഡിൽ ഇതുപോലെ കുറച്ച് ബസ് മാത്രമുള്ള കാലവും അന്ന് ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ല, മരങ്ങളൊക്കെ നിറച്ചുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കാലം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനത്തെ ഒരു കാലം കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുള്ളത് ആകെ ട്രാഫിക് ബ്ലോക്കും ഒത്തിരി വണ്ടികളൊക്കെ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് ഇത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു പേഴ്സ്പെക്റ്റീവ് ബിൽഡിംഗ് ആണിത്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതൊന്നും ചിലപ്പോൾ അവർക്ക് അറിയുന്ന പോലും ഉണ്ടാവില്ല. എത്രയധികം ഈ ട്രാഫിക് വന്നതും അതിനെക്കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. ഇത് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണ്.
അപ്പം ഞാനൊക്കെ പണ്ട് താമസിക്കുന്ന സമയത്താണ്, നാട്ടിലൊക്കെ ഉള്ള സമയത്താണ് ഐ ടി പാർക്കൊക്കെ വരുന്നത്. ഐ ടി പാർക്സൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്ന, സിറ്റീസിലൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ടൊക്കെ അങ്ങ് മുറിച്ച് മാറ്റുന്നത്. അപ്പോഴൊക്കെ ഭയങ്കര വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ഒത്തിരി ഡെവലപ്മെൻ്റൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഒക്കെ നോക്കിയിരിക്കും, ബസ്സിലൊക്കെ പോകുമ്പോൾ കിളിക്കൂടൊക്കെ നോക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ ആ കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്ന മരങ്ങളാണല്ലോ പോയതെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു കാലമൊക്കെ ഓർമ്മയില്ലാത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാഫിക്കിനെ കുറിച്ചൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നൊന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. അതെല്ലാവർക്കും, കുട്ടികൾക്ക് മാത്രമല്ല, ചിലപ്പം അവർക്ക് അത്രയ്ക്കൊന്നും ചിന്തിക്കാത്ത പേരൻസിനാണെങ്കിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ് എന്നുള്ളൊരു സമയത്ത് തന്നെ നമുക്ക് ഇങ്ങനൊരു കഥ റെക്കോർഡ് ചെയ്തത്, ഇതാരൊക്കെ കേൾക്കുന്നു അവർക്കൊക്കെ ഒന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണിതൊക്കെ. പിന്നെ ഈ ബുക്ക് ഒരു ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കഥ മുഴുവനായിട്ട് പറഞ്ഞതും. വളരെ കുറച്ച് മാത്രമേ ഞാനിതിൽ നിന്ന് വിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറീസിൻ്റെ ഒരു ഇലിസ്ട്രേഷൻസ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റുന്നവർക്ക് വാങ്ങാം, പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അത് ഇൻ്റർനാഷണൽ ബുക്സൊക്കെ പൊതുവെ അങ്ങനെയാണ്. പക്ഷേ അല്ലാത്തവർക്ക് വാങ്ങാം. പറ്റുന്നവർക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ലിങ്ക് ആഡ് ചെയ്തിരിക്കാം. പക്ഷേ അതൊരിക്കലും പറയില്ല, ഇത്രയും ബുക്സൊക്കെ, ഇത്രയും വിലയുള്ള ബുക്സിനേക്കാൾ ചിലപ്പം നമുക്ക് വേറെ ബുക്സൊക്കെ ഉണ്ടാവാറുണ്ട്, വാങ്ങാൻ പറ്റുന്ന ബുക്സൊക്കെ, അഫോർഡബിൾ ആയിട്ടുള്ള ബുക്സൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ പറ്റുന്നവർ മാത്രം വാങ്ങുക. ഓക്കെ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ റിവ്യൂവിൻ്റെ കൂടെ നമ്മളെല്ലാ പടങ്ങളും ഒരുവിധം മുഴുവനായിട്ട് സ്റ്റോറീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കുട്ടികൾ കേൾക്കുക കേട്ടോ. പടങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. ഇതിൽ പടങ്ങൾ ഭയങ്കര ഭംഗിയുള്ള പടങ്ങളുമാണ്. പക്ഷെ അതേപോലെ തന്നെ അതിലെ എക്സ്പ്രഷൻസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു വിഷമം തോന്നും. അവരുടെ അവസ്ഥകൾ നമുക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം ഭയങ്കര ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള നല്ല രസമായിട്ടുള്ള ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ മഞ്ഞ ബസ് പോകുന്ന പടങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പടത്തിൽ വീട്ടിൽ നിന്ന് ഒരാളിങ്ങനെ, പട്ടിക്കുട്ടിയാന്ന് തോന്നുന്നു ആരോ, അല്ലെങ്കിൽ ഫോക്സിയോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ അങ്ങനെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. വഴിയിലൊക്കെ നിറച്ച് പൂക്കളും പിന്നെ കുറേ പക്ഷികളൊക്കെ ആയിട്ടുള്ള പടങ്ങളാണ് ആദ്യം. പിന്നെ അതിൽ നിന്ന് ഓരോന്നോരോന്ന് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ് വരുമ്പോൾ ആ പടങ്ങളുടെ ആ ബ്ലൂവും ഗ്രീനും ബാക്ക്ഗ്രൗണ്ടൊക്കെ അതൊക്കെ മാറിയിട്ട് പിന്നെ ആ കളർ സ്കീം തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ലെപ്പയുടെ ഇങ്ങനെ വിഷമിച്ചൊരു ബെഞ്ചിലിരിക്കുന്ന ഒരു പടമുണ്ട്, കിളിക്കുട്ടൻ ലെപ്പയുടെയും കൂടി. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെട്ടിക്കൊണ്ടുപോയ മരത്തിൻ്റെ കമ്പ് ഒരു ചെടിച്ചട്ടിയിൽ നട്ടിട്ട് അവർ മൂന്നുപേരും കൂടി ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ട്. അതിൻ്റെ കളറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോ ലോങ്കർ ആ ഒരു ഭയങ്കര ഭംഗിയുള്ള ബ്ലൂ ഒന്നും അല്ല പിന്നെ. ആൻഡ് അവരുടെ ഒരു മുഖത്തെ ഒരു ഹെൽപ്ലെസ്നെസ്, അല്ലേ, മൃഗങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഹെൽപ്ലെസ്സാണ്. മനുഷ്യരാണ് അവരുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അവർക്ക് ഒരു വോയിസും ഇല്ല. നമ്മൾ തീരുമാനിക്കുകയാണ് ഇന്ന് അവരുടെ വീട് നശിപ്പിക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് നശിപ്പിക്കും. അപ്പോൾ ആ ഒരു ഹെൽപ്ലെസ്നെസ്സൊക്കെ വളരെ കൃത്യമായിട്ട് ആ മുഖത്തെ എക്സ്പ്രഷൻസിലൊക്കെ കാണാം, അല്ലേ. അപ്പോൾ ആ പടങ്ങളും ഭയങ്കര എന്താ പറയുക, ഭംഗിയാണ്. അതിൻ്റെ കൂടെ തന്നെ വളരെ എന്താ പറയുക, ഭയങ്കര വിഷമവും തോന്നും ആ പടങ്ങളൊക്കെ കാണുമ്പോൾ. ഇപ്പം ഇങ്ങനെയുള്ള കഥകളൊക്കെ, ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെയുള്ള കഥകളൊക്കെ ചിലപ്പോൾ നമ്മൾ എത്ര ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് തിയറിറ്റിക്കലി പഠിച്ചാലും, സയൻസ് ബുക്സിൽ പഠിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഡിഫോറസ്റ്റേഷനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ചിലപ്പം അൺലെസ് വി ക്യാൻ റിലേറ്റ് ടു ഇറ്റ് നമുക്കൊന്നും തോന്നില്ല. ചിലപ്പോൾ അവിടെയാണ് ഇങ്ങനെയുള്ള കഥകളുടെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഈ കഥകളൊക്കെ കേട്ട് വളരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകളോടൊക്കെ ഒരു എംപത്തറ്റിക്കലി നമുക്കത് കേൾക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ നാളെ അവരുടെ വീട്ടിലൊരു മരം മുറിക്കാനായിട്ട് അവർക്ക് മടി തോന്നും, അല്ലെങ്കിൽ മുതിർന്നവർ മുറിക്കുന്ന കാണുമ്പോൾ വേണ്ടാന്ന് പറയാനായിട്ടുള്ളൊരു മനസ്ഥിതി തോന്നും. അപ്പം അതൊക്കെയാണ് ഈ കഥയിലൊക്കെ പണ്ടത്തെ കഥകളുടെയൊക്കെ ഒരു ഉദ്ദേശമായിരുന്നതും ഇപ്പോൾ കഥകൾ ഇല്ലാതാവുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതും.
അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇന്നത്തെ ദിവസത്തേക്ക് പറയാൻ വേണ്ടി വെച്ചിട്ടുള്ള സ്റ്റോറീൻ്റെ പുറകെ വരുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഒരു കാർഡിൻ്റെയൊക്കെ കഥയാണ്. ഒരു കാർഡ് ഉണ്ടാക്കിയ ഒരാളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അത് ഈ പറഞ്ഞ പോലെ ഫ്രീലി അവൈലബിൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. അപ്പോൾ അത് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ ബുക്കായിട്ട് വായിക്കാൻ പറ്റും. അധികം വാല്യൂ ഇല്ല പുസ്തകമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലും. അതിൻ്റെ റിവ്യൂ നമുക്ക് പുറകെ പറയാം. അപ്പോൾ എല്ലാവരും റിവ്യൂ കേൾക്കുക. ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും സജഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ റിവ്യൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളൊരു റിവ്യൂ അല്ല. അതുകൊണ്ട് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് എനിക്ക് ശീലവും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊരു റിവ്യൂ ആയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും, കുട്ടികൾക്കും അച്ഛനമ്മമാർക്കൊക്കെ അല്ലെങ്കിൽ മുതിർന്നവർക്ക് ആർക്കാണോ കേട്ടിട്ട് കുട്ടികൾക്ക് കഥകൾ സജസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ടിയുള്ള റിവ്യൂ ആണ്. ഞാൻ എപ്പോഴല്ല ആദ്യത്തെ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലപ്പോൾ നമ്മൾ ഈ ബുക്ക് സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ അവർക്ക് പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ ബുക്ക് സ്റ്റോഴ്സിൽ പോകുമ്പോൾ ബുക്ക് സ്റ്റോഴ്സിലുള്ളവർ അത്രയും അതിൽ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കത് പറഞ്ഞു തരാൻ പറ്റും, ഇന്ന ബുക്കാണ് വാങ്ങേണ്ടത്. ഇപ്പം ഈ ബുക്കുകളൊന്നും പലപ്പോഴും ബുക്ക് സ്റ്റോഴ്സിൽ പോലും അവൈലബിൾ അല്ല. കാരണം അവർക്കറിയില്ല, ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും അത്രയ്ക്ക് അറിയില്ല ബുക്സിനെ കുറിച്ചിട്ട്. അപ്പോൾ ബെസ്റ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഒക്കെ ആണ് അവർ കൊണ്ടുവന്ന് വയ്ക്കുക. ബെസ്റ്റ് സെല്ലേഴ്സ് ഇസ് നോട്ട് ഓൾവേസ് എന്താ പറയുക, അതിനേക്കാളൊക്കെ ചിലപ്പോൾ ഒത്തിരി ബെസ്റ്റ് സെല്ലേഴ്സ് നല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒത്തിരി അതിനേക്കാളൊക്കെ വായിക്കേണ്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും മാർക്കറ്റിൽ. നമ്മളതിനെ പറ്റിയിട്ടൊക്കെ അറിയാതെ പോകും. അപ്പോൾ അതിനൊരു അവെയർനെസ് കൂടിയാണ് നമ്മുടെ അപ്പൂപ്പൻ താടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള പുസ്തകങ്ങളെ കുറിച്ചിട്ട്. പിന്നെ എനിക്ക് പ്രോബബ്ലി കുറച്ചുകൂടെ ഒരു നേച്ചർ റിലേറ്റഡ് പുസ്തകങ്ങളോടൊക്കെ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം ഞാൻ ചൂസ് ചെയ്യുന്ന പുസ്തകങ്ങളെല്ലാം അങ്ങനെ ആകുന്നതും. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ തുടക്കം തൊട്ട് അതൊരു ഇൻറ്റൻഷനില്ല അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിവേ, ഇത് കേട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലെറ്റ് us know. താങ്ക് യു.